ഗായ്സ്, ഇപ്പോൾ സമയം 5 മണി ആവാറായിട്ടുണ്ട് വെളുപ്പിന്. അപ്പം ഞാനൊരു യാത്ര പോവാണ്. സോളോ ട്രാവലാണ്. അതായത് എൻ്റെ ലൈഫിലെ ആദ്യത്തെ സോളോ ട്രാവലാണ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ കുറച്ച് ടെൻഷനിലുമാണ്. കാരണം ഒന്നുമല്ല, ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നത്. മുന്നേ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു ടീമിനൊപ്പമായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്തതും അക്കോമഡേഷൻ, യാത്ര ഒക്കെ പ്ലാൻ ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എല്ലാം ഭംഗിയായിട്ട് തിരിച്ച് നാളെ ഇങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ഒരു ഇതുണ്ട്. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെ ഞാൻ നന്നായി എൻജോയ് ചെയ്യണം. എനിക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് യാത്ര ഒരു റിഫ്രഷിങ് ആൻഡ് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു യാത്രയാണ് ഒരു സോളോ ട്രിപ്പ്. അപ്പോൾ ട്രെയിൻ വരുന്നത് 5:20 വടക്കാഞ്ചേരിയിൽ നിന്ന്. കന്യാകുമാരി എക്സ്പ്രസ്, KSR കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. പോകുന്ന സ്ഥലം വലിയ ഇതൊന്നുമില്ല, എന്നാലും വർക്കലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ, അതുപോലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ത്രൂ ഔട്ട് ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട് വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് എൻ്റെ ഒരു കുറച്ചും കൂടി ഞാൻ ത്രിൽഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എന്തായാലും ജോയിൻ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ. ട്രെയിൻ എത്തിയിട്ടില്ല. ഒരു 10-15 മിനിറ്റ് ലേറ്റാന്ന് തോന്നുന്നുണ്ട്. KSR ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ്, ആ ട്രെയിനാണ് ഞാൻ പോകുന്നത്. ഈ ട്രെയിനിൽ ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ. എല്ലാ ട്രെയിനിലും പോയിട്ടുണ്ടെന്നല്ല, പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ ചില ട്രെയിനിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന കാരണം അറിയാമായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ എക്സൈറ്റഡ് ആണ്, ചെറിയൊരു ടെൻഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം. ഇത് ഏകദേശം ഓൺ ടൈമാണെന്നുണ്ടെങ്കിൽ 10 മണിയോടുകൂടി എത്തേണ്ടതാണ് ഇവിടെ വർക്കലയിൽ. അപ്പോൾ ഓൺ ടൈമല്ല, 10-15, അപ്പോൾ ഒരു ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് എത്തുക. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി ട്രെയിനിൽ കയറിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ ഇരിക്കുന്ന ഈ സൈഡല്ല ശരിക്കും എൻ്റെ സീറ്റ്. എനിക്ക് കിട്ടിയത് ആ ബാത്റൂമിൻ്റെ സൈഡിലുള്ള ലോവർ സൈഡ് സീറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നെഗറ്റീവ് അടിക്കണവും ഛർദ്ദിക്കാനും ഒക്കെ വരുന്നോണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്നില്ല. ഞാനിവിടെ ഒഴിഞ്ഞ ആൾക്കാർ വരുമ്പോൾ മാറിക്കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് കുറച്ച് മാറിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതിയെ നേരൊക്കെ വിളിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ കൂടി തുടങ്ങി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറി TTനോട് ചോദിച്ചു മാറ്റി തരാൻ പറ്റുമെന്ന്. പക്ഷെ ആൾ പറഞ്ഞു ചെങ്ങന്നൂർ വരെ വേറൊരു ഓപ്ഷൻ ഇല്ല, സീറ്റ് കുറവാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അവിടെ തന്നെ ഒരു കുട്ടി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നു. അങ്ങനെ വിശന്നപ്പോൾ ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ യാത്ര ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ യാത്ര പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പോയാലും എനിക്ക് ട്രെയിൻ യാത്ര മടുക്കാറില്ല. ബസ് ഭയങ്കരമായിട്ട് മടുക്കും പെട്ടെന്ന്. ബസ്, കാറൊക്കെ ഭയങ്കര മടുക്കും. എനിക്കിഷ്ടം ബൈക്കും ട്രെയിനുമാണ്. കൂടുതൽ ഞാൻ അതിലാണ് ട്രാവൽ ചെയ്യാറ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബൈക്ക് യാത്രയും ട്രെയിൻ യാത്രയും ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ വിൻഡോ സൈഡൊക്കെ കിട്ടി ഇങ്ങനെ നമുക്ക് പാട്ടും ഫുഡും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ വേണ്ടത്.
അപ്പൊ ടി ടി പറഞ്ഞത് ചെങ്ങന്നൂർ എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ കാലിയാവും എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ചെങ്ങന്നൂര് എത്തിയിട്ടും ട്രെയിൻ കാലിയായില്ല. അവിടുന്ന് കുറേ ഫാമിലീസ് കയറിയിരുന്നു. അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ വർക്കലയ്ക്കാണ് അവരും ട്രാവൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു. നല്ല ജോളിയായിരുന്നു. കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സോളോ ട്രാവൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണ്. പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ തന്നെ യാത്ര പോയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഫീമെയിൽ സോളോ ട്രാവലേഴ്സിനോടാണ്. എൻ്റെ ആദ്യത്തെ സോളോ ട്രാവലാണ്. അതായത് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ യാത്രയാണിത്. ഞാൻ ഇതിന് മുന്നേ തന്നെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് പിന്നെ ഒരു ഗ്രൂപ്പാവും, ലേഡീസ് ട്രിപ്പ് അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതാവില്ലല്ലോ. ഇത് നമ്മൾ തന്നെ എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സ്ഥലങ്ങളും ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ഇതെൻ്റെ അങ്ങനത്തെ പോകുന്ന ഒരു 1 ഡേ ട്രിപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ കൊല്ലം ജംഗ്ഷൻ എത്തി. കൊല്ലത്തുനിന്ന് പിന്നെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനായി. ഈശ്വര, ഇനി ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ലേ, മഴയൊക്കെ പെയ്യോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെയ്തു പോയി, പെയ്തു പോയി, അങ്ങനെ നിന്നു. അങ്ങനെ ഞാൻ വന്ന വണ്ടി പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു. KSR ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ്. ഇന്നാണെങ്കിൽ മഴയുണ്ട്. എവിടെ നിന്നാണാവോ മഴ വന്നേ? എൻ്റെ ഒരു കാര്യമാണ്, നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും ആദ്യം എത്താം മഴ. എന്താണെന്നറിയില്ല, മഴയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ യാത്ര പോണത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓട്ടോ പിടിക്കട്ടെ. ഞാനാണെങ്കിൽ കുട കൊടുത്തില്ല. അങ്ങനെ ആകെ ഒരു പ്രശ്നം. ഇനിയിപ്പോൾ മരത്തിൻ്റെ അടി കൂടെ പോട്ടെ. ഹായ് ഗൈസ്, അപ്പം ഞാനങ്ങനെ വർക്കല എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഓട്ടോ എടുക്കണം. ഓട്ടോ എടുത്തിട്ട് ഹോസ്റ്റലിലേക്ക് പോകണം. അതാണ് അടുത്ത പ്ലാൻ. ഒന്നും കഴിച്ചിട്ടില്ല. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ട്രെയിനിൽ കഴിക്കാറില്ല. പിന്നെ കഴിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റാണ് കഴിച്ചത് ആകെ കൂടി, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി നേരെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എങ്ങനെയും ഭക്ഷണം കഴിക്കാമെന്ന് ഉദ്ദേശിക്കണം. ഇപ്പം സമയം 11 മണിയായിട്ടുണ്ട്. 12 മണിക്ക് ശേഷമാണ് ചെക്ക് ഇൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ ആ സമയത്ത് എത്തിയാൽ മതി. അവിടെ തന്നെ ഒരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. അറ്റ് ലാസ്റ്റ് സോളോ ട്രാവൽ ബിഗിൻസ്. എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ആദ്യം ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്, കൂളാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പോവാം. ഓട്ടോ എടുക്കണം, വിശക്കുന്നുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. പ്രീ പ്ലാൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, കുറച്ചൊക്കെ ആണ്. പക്ഷെ എന്നാ കൂടുതലൊന്നുമല്ല. ഇനിയിപ്പോ വരണ പോലെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ. നല്ല രസമുണ്ട്. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എടുത്തൊന്ന് മാത്രമേ. ഇവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് റെയിൽവേയുടെ. അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്താണാവോ? ഓക്കെ, ഈ ട്രെയിനും കൂടി പോയിട്ട് നമുക്ക് പോയാലോ? എന്തായാലും 12 മണിയൊക്കെ ആവും എത്തുമ്പോൾ. ഇതേതാണാവോ ട്രെയിൻ? മഴയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മഴ എന്തിനാണോ, വെറുതെ ഒരു മഴ. ഇനിയിപ്പോ നാളെ ബീച്ചിലൊക്കെ ഇറങ്ങുമ്പോ എന്താണാവോ, ഇന്ന് തന്നെ ഇറങ്ങുന്ന വിചാരിക്കുന്നുണ്ട്. ഓക്കെ ബൈ. ഞാൻ എന്തായാലും ഓട്ടോ എടുക്കാൻ പോട്ടെ. അവിടെ ഓട്ടോ എടുക്കുന്നുണ്ട്. വേഗം പോയിട്ട് ഒരു ഓട്ടോയിൽ കയറാം. എന്നിട്ട് ഹോസ്റ്റൽ എവിടെയാണോ വഴി അറിയുന്നോ? ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഹോസ്റ്റൽ എവിടെയാണെന്നറിയോ? ഹോസ്റ്റൽ ഒരു ഓട്ടോയില് കയറിയിട്ടുണ്ട്. ഇനി മാപ്പിട്ടിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മൾ വന്ന റെയിൽവേ സ്റ്റേഷൻ.
അങ്ങനെ ഞാൻ ഹോസ്റ്റലിലെത്തി. 150 രൂപയാണ് കേട്ടോ ചേട്ടൻ വാങ്ങിച്ചത്. അപ്പം ഇനി ഇതിൻ്റെ റിസപ്ഷനിലേക്ക് പോകണം. ഇതാണ് വന്ന വഴി. ഇനി റിസപ്ഷനിൽ പോയിട്ട് ബാക്കി ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. എന്തായാലും ആദ്യം റിസപ്ഷനിലോട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, സ്റ്റെപ്പൊക്കെ കയറി. ഓക്കെ, ഇതാണ് ഹോസ്റ്റലിൻ്റെ റിസപ്ഷൻ ഏരിയ വരുന്നത്. അപ്പം ഇനി അവിടെ പോയിട്ട് ചോദിക്കട്ടെ കേട്ടോ. ഇല്ല, ഓക്കെ, അത് ഫിൽ ചെയ്യണം. വെബ് ചെക്കിങ് ചെയ്യണമെന്നാണ് കേട്ടോ റിസപ്ഷനിലെ ആ പയ്യൻ പറഞ്ഞത്. അങ്ങനെ വെബ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ റൂമിലോട്ടാണ് ഞാൻ പടികൾ കയറി പോകുന്നത്. ഏതാ നമ്പർ? 2. താങ്ക് യു. കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡോം. ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ. കൊള്ളാം. ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ പറഞ്ഞുതരാം കേട്ടോ. ഹോസ്റ്റല് വർക്കലയിലുള്ള ഹോസ്റ്റലിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 6 ഡോമിൻ്റെ ഒരു റൂമാണ് ഫീമെയിൽസിനുള്ളത്. ഇവിടെ ഓൾറെഡി ആരൊക്കെയുണ്ട്, പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് ഹോസ്റ്റല്. ഞാനിപ്പോൾ ജസ്റ്റ് വന്ന് കയറിയിട്ടുള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഞാൻ റൂം ടൂറൊക്കെ ചെയ്യാം. ഫ്രഷ് ആവണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഹോസ്റ്റലിലെ ബാക്കി വിശേഷങ്ങൾ, ഇതിൻ്റെ റൂം ടൂറ്, അതുപോലെ ഹോസ്റ്റലിൻ്റെ ബാക്കി അട്രാക്ഷൻസ്, അതൊക്കെ കുറേ ഉണ്ട് കേട്ടോ പറയാനായിട്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ.